എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ മനസ്സിനെക്കുറിച്ചുള്ള വീഡിയോസിൽ ഇതാണ് 5ാമത്തെ വീഡിയോ, ഇതാണ് ലാസ്റ്റ് വീഡിയോ. അതുകൊണ്ട് നമ്മൾ മനസ്സിനെക്കുറിച്ച് എല്ലാം പഠിച്ചു തീർന്നു, നമ്മളെല്ലാം തികഞ്ഞവരായി എന്നല്ല അർത്ഥം. ഇപ്പോഴത്തേക്ക് ഇത് മതി. ഇനി നമുക്ക് മനസ്സിനെക്കുറിച്ചൊക്കെ അപ്പം നമുക്ക് സമയം കിട്ടുമ്പോൾ അതിനെ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടും. പക്ഷേ ഞാൻ അന്നേ പറഞ്ഞില്ലയോ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, 3 എപ്പിസോഡിലൊന്നും ഈ മനസ്സിൻ്റെ കാര്യം നിൽക്കത്തില്ലെന്ന്. അപ്പോൾ എഴുതി വന്നപ്പം എൻ്റെ സ്ക്രിപ്റ്റൊക്കെ തയ്യാർ ചെയ്തപ്പം 5ആയി. അതുകൊണ്ട് ഇതോടെ ഇപ്പം മതിയാക്കാമെന്ന് പറയുവാണ്. ഇതിൻ്റെ ഒടുക്കം നിങ്ങൾക്കൊരു വലിയൊരു ബോംബിട്ട് തരും. അത് ഉൾക്കൊള്ളാൻ ഇപ്പോഴേ തയ്യാറാകുക. ഓക്കെ, റൈറ്റ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലയോ, കോൺഷ്യസ് മൈൻഡ് ഈസ് ഓൾവേസ് ഇൻ ദ ബീറ്റാ സ്റ്റേറ്റ്. കോൺഷ്യസ് മൈൻഡ് നമുക്ക് എപ്പോഴും അലേർട്ടായിരിക്കും, അത് ബീറ്റാ സ്റ്റേറ്റിലാണ്. അതേസമയത്ത് സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും കാമായിരിക്കും, ആൽഫ സ്റ്റേറ്റിലാണ്, അല്ലെങ്കിൽ ചിലപ്പം തീറ്റ സ്റ്റേറ്റിലായിരിക്കും. അപ്പോഴേ ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോയിൽ ഞാൻ ഇതെന്തുവാന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമെന്ന്. അതിൻ്റെ സമയം ഇപ്പം വന്നിട്ടുണ്ട്, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് ഇപ്പം ഹാർട്ടിൻ്റെ വർക്ക് എങ്ങനെയാണെന്ന് അറിയാൻ, ഇപ്പം ഒരാൾ നെഞ്ചുവേദനയോടെ പോകുന്നു, ഉടനെ എന്താ ECG ഇട്, ഇലക്ട്രോ കാർഡിയോഗ്രാം, ECG എടുത്താൽ എത്ര അത് എങ്ങനെ മേളത്തെ ചേമ്പറിലാണ് എങ്ങനെ വർക്കാവുന്നു, താഴത്തെ ചേമ്പർ എങ്ങനെ വർക്കാവുന്നു, അതിങ്ങനെ സ്പൈക്സ് ആയിട്ട് കാണിക്കും. ECGയുടെ പടം നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒന്നുമില്ലെങ്കിൽ സിനിമയിലെങ്കിലും കാണിക്കും, അത് മതി. അതേമാതിരി തലച്ചോറിൻ്റെ വർക്ക് അതറിയാൻ തലച്ചോറിനെ ചുറ്റി ഇങ്ങനെ വെച്ച് അതിൻ്റെ സ്പൈക്സ് നോക്കും, എത്ര ആക്ടിവിറ്റിയാണ് എങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ മനസ്സിൻ്റെ ആക്ടിവിറ്റിയെക്കുറിച്ചും തലച്ചോറ് വഴി നമുക്ക് കണ്ടുപിടിക്കാം. എന്നുവെച്ചാൽ മനസ്സും തലച്ചോറും ഒക്കെ ഡയറക്റ്റായിട്ട് കണക്റ്റഡാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മനസ്സെന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ തലച്ചോറെന്ന് പറയുന്നത് ഹാർഡ്വെയറാണ്. ഓക്കെ, അപ്പം ഈ ഹാർഡ്വെയറിൽ ഇപ്പം മനസ്സെന്ന് നമുക്ക് ഒരു സ്ഥലത്തില്ലല്ലോ, ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടെങ്കിൽ ആളുകൾ അതിനെ വിട്ടു വച്ചിരിക്കത്തില്ല, അതിനെ കുത്തിക്കീറി ചിന്ന ഭിന്നമാക്കി അതിനെക്കുറിച്ച് കുറച്ചും കൂടെ പഠിച്ച് എടുത്തു വച്ചിരുന്നതിന്. പക്ഷേ അതിൽ നമ്മുടെ ദേഹം മുഴുക്കെ വ്യാപിച്ചിരിക്കുന്നു, അത് പിടികിട്ടാ പുള്ളിയാണ്, സൂക്ഷ്മത്തിലും അത് സൂക്ഷ്മമാണ്. അതുകൊണ്ട് ഒരു സയൻറ്റിസ്റ്റിനെ കൊണ്ടും ആരെക്കൊണ്ടും അതിനെ തൊടാനൊക്കത്തില്ല, കാണാനൊക്കത്തില്ല. പക്ഷേ നമ്മളുടെ മനസ്സിൻ്റെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് വേറെ പല ആക്ടിവിറ്റീസിൽ നിന്ന് അറിയാം. മനസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ മുഖഭാവത്തിലറിയാം, തലച്ചോറിൻ്റെ ആക്ടിവിറ്റിയുടെ കൂടെ അറിയാം. ഇപ്പം നമ്മൾ ടെൻഷൻ അടിക്കുന്നു, പരന്നിരിക്കുന്നു, ടെൻഷൻ, എൻ്റെ കാണുന്നില്ല, എൻ്റെ വൈരമൂക്കുത്തി കാണുന്നില്ല, എൻ്റെ സ്വർണ്ണക്കമ്മൽ കാണുന്നില്ല, എവിടെ പോയി പരന്ന് തേടുന്നു. അപ്പോഴൊക്കെ മൈൻഡിൻ്റെ ആക്ടിവിറ്റി ഭയങ്കരമായിരിക്കും. ഓക്കെ, അത് നമുക്ക് ഈ EEG പോലെ നമുക്ക് ബ്രെയിനിൽ കൂടെ അതിൻ്റെ ആക്ടിവിറ്റിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ കിലോ ഹേർട്സ് അത് ഇതെന്നൊന്നും നമുക്ക് വലിയ വാക്കുകളിൽ പോകണ്ട, നമുക്ക് സിമ്പിൾ മതി. അതായത് ഒരു സെക്കൻഡിൽ എത്ര സൈക്കിൾ ഓടുന്നു എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. അതായത് ഇത്ര സൈക്കിൾ പെർ സെക്കൻഡ് എന്ന് മാത്രം വെച്ചോണം. എത്ര സൈക്കിൾ ഒരു എണ്ണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം ഇവിടുന്ന് എറണാകുളത്തേക്ക് എന്തുവാ ഡിസ്റ്റൻസ്, ഇവിടുന്ന് മുംബൈക്ക് എന്തുവാ ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഡൽഹിക്ക് എന്തുവാ ഡിസ്റ്റൻസ് എന്ന് ഒരു കൊച്ചിനെ അറിയണം, അല്ലെങ്കിൽ നമുക്ക് ഒരു കൊച്ചിനെ പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത്രയും ദൂരം അതിനെ നടത്തിച്ച് കൊണ്ടുപോയാൽ കാണിക്കാൻ പോകുന്നു? ഇല്ല. ഒരു ചെറിയ പേപ്പറിലെടുത്തിട്ട് ഇവിടെ തിരുവനന്തപുരം, ഇവിടെ എറണാകുളം, ഇവിടെ ഡൽഹി, അങ്ങനെ നമ്മൾ പടമിട്ട് കാണിച്ചു തരുന്നില്ലേ, അത് ഒരു മാപ്പ്. അതുപോലെ ഇതിലും ഒരു സെക്കൻഡിന് ഇത്ര സൈക്കിൾ
എന്ന് പറയും, ഒരു കണക്ക് വെച്ചോളാം. ഓക്കെ, നമ്പർ വെച്ച് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ശരി, 40-40-നേക്കാട്ടിലും വലുതാണ് 60, 60-നേക്കാട്ടിലും വലുതാണ് 80, 80-നേക്കാട്ടിലും വലുതാണ് 100. അങ്ങനെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുമല്ലോ. ആ സിമ്പിൾ രീതിയാണ് ഞാൻ ഇവിടെ നമുക്ക് എടുക്കാൻ പോകുന്ന രീതി. ഓക്കെ, അങ്ങനെ മനസ്സിൻ്റെ ആക്ടിവിറ്റിയെ മനസ്സിലാക്കാൻ ചില ഉപകരണങ്ങൾ വെച്ച് ബ്രെയിനിൻ്റെ ആക്ടിവിറ്റി, തലച്ചോറിൻ്റെ ആക്ടിവിറ്റിയെ നോക്കുമ്പം ഈ ബീറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് കോൺഷ്യസ് ലെവൽ. അതിലെ എത്ര സൈക്കിളാണ് ഒരു സെക്കൻഡിൽ? 14 തൊട്ട് 40 വരെ. ഇതൊക്കെ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം വീഡിയോ കേൾക്കുമ്പോൾ കുറിച്ചെടുത്തോണം. അപ്പം കോൺഷ്യസ് ലെവലിൽ നമ്മൾ ജാഗ്രത ലെവലിൽ അലേർട്ടായിട്ടിരിക്കുമ്പം, കോൺഷ്യസ് ആയിട്ടിരിക്കുമ്പം നമ്മളുടെ ബുദ്ധി, നമ്മുടെ മനസ്സ് എങ്ങനെ എത്ര വേഗത്തിൽ ഓടുന്നു എന്നുള്ളതാണ് ഈ സൈക്കിൾ പെർ സെക്കൻഡ്. അത് എത്ര സൈക്കിൾസ് പെർ സെക്കൻഡാണ്? 14 തൊട്ട് 40 വരെ. ഈ 40 എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഒരു സ്പീഡാണ്. അത് സ്പീഡല്ല, അത് അതിനേക്കാട്ടിലും വലിയ ഒരു അവസ്ഥയാണ്. ഈ 14 എന്ന് പറയുന്നത് തന്നെ കൂടുതലാണ്. 14, 15, 16, 22 വരെയൊക്കെ നമ്മൾ സാധാരണ ഗതിയിൽ പോകും. ഇപ്പം ഒരുപാട് കാര്യങ്ങൾ, ചില കാര്യങ്ങൾ കാണുമ്പം മനസ്സ് പതറും, മനസ്സ് പടപടക്കും, ഒരു ടെൻഷനാവും, സ്ട്രെസ്സാവും, ഇല്ലയോ? ഇതൊക്കെയാണ് ഈ 14-ന്ന് 40 ഉള്ള അവസ്ഥ. അപ്പോൾ ഈ ഇത്ര 14 തൊട്ട് 40 സൈക്കിൾ പെർ സെക്കൻഡാണ്. ആലോചിച്ച് നോക്കൂ, ഒരു സെക്കൻഡിൽ ഇത്രയും പ്രാവശ്യം അത് പടപടേന്ന് അടിക്കും. അതിൻ്റെ പേരാണ് ബീറ്റ സ്റ്റേറ്റ്. അപ്പം നമ്മൾ കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം പകലെല്ലാം ഇരിക്കുമ്പം, ഉറങ്ങാത്ത ബാക്കി എല്ലാ സമയത്തും ഈ 14-ന്ന് 40 വരെ നമ്മളുടെ മനസ്സ് കിടന്നടിച്ചോളും. അതിൽ കൂടുന്നത് കൂടെ നല്ലതല്ല, കുറയുന്നതാണ് നല്ലത്. ഓക്കെ, ഏത് നല്ലത്? 40 സൈക്കിളാണെങ്കിൽ ഞാൻ വളരെ ആക്റ്റീവാണല്ലോ, ഞാൻ ജീനിയസ് ആണല്ലോ, ഞാൻ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ കൂട്ടാണല്ലോ. അല്ല, മനസ്സിനെ നിയന്ത്രിക്കണം, അതിനെ നല്ല രീതിയിൽ കാമായിട്ട് വെച്ചോളം പഠിക്കണം. ഓക്കെ, അപ്പം സാധാരണപ്പെട്ട ആൾക്കാർ, നമ്മളുടെ കൂട്ട് സാധാരണപ്പെട്ട ആൾക്കാരൊക്കെ സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്നത് ബീറ്റ സ്റ്റേറ്റിലാണ്. അടുത്തത് ആൽഫ സ്റ്റേറ്റ്. അതിലെത്ര സൈക്കിളാണ്? 7 തൊട്ട് 13 സൈക്കിൾ. എന്നുവെച്ചാൽ 14 തൊട്ട് ബീറ്റയിലായിപ്പോയി. അപ്പോൾ 7 തൊട്ട് 13 വരെ ആൽഫ. ഈ ആൽഫ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എങ്ങനെ? ഈ 7 തൊട്ട് 13 വളരെ നല്ല സ്റ്റേറ്റാണ്. ഇതാണ് ആൽഫ സ്റ്റേറ്റ്. ഈ ആൽഫ സ്റ്റേറ്റിലാണ് നമ്മൾ ധ്യാനം ചെയ്യുമ്പം വരേണ്ടിയ ആക്ടിവിറ്റി, വരേണ്ടിയ സ്ഥലം. എപ്പോൾ നോക്കിയാലും പരപര അവിടെ ഓടുക, ഇവിടെ ഓടുക, അത് ചെയ്യുക, അങ്ങനെ അതെല്ലാം നിർത്തിയിട്ട് നമ്മൾ ധ്യാനം ഇരിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒരു സ്ഥലത്തിരുന്ന് സുഖാസനത്തിലിരുന്ന് നട്ടെല്ലൊക്കെ നിവർത്തി വെച്ച് കണ്ണടച്ച് നമ്മളെ ഇങ്ങനെ ശ്വാസത്തിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ മനസ്സ് തന്നെ കുറേ നേരം ഇരിക്കുമ്പം അടങ്ങും. അതാണ് ധ്യാനം. അപ്പോൾ ഈ ധ്യാനം ചെയ്ത് വേണം നമ്മുടെ മനസ്സിനെ ഒരുവിധം ശാന്തപ്പെടുത്താൻ. മനസ്സിനെ എപ്പോൾ നോക്കിയാലും ഈ തിളച്ച വെള്ളത്തിൽ കാലും വെച്ചുകൊണ്ടിരിക്കുന്ന പോലെ തുള്ളിക്കൊണ്ടിരിക്കാതെ സമാധാനപരമായിട്ട് ഉള്ള ജീവിതം നയിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് ആദ്യം കാമാകണം. അതിനാണ് ഈ ധ്യാനം നമ്മളെ ഒരുപാട് സഹായിക്കുന്നത്. അപ്പം ധ്യാനം ചെയ്യേ എന്താകും? നമ്മുടെ മനസ്സിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം കുറഞ്ഞ് എത്ര സൈക്കിൾ പെർ സെക്കൻഡാണ്? 7 തൊട്ട് 13 വരെ ആവാം. അതാണ് ആൽഫ സ്റ്റേറ്റ്. അപ്പം ഏതാ ഈ ആൽഫ സ്റ്റേറ്റിലിരിക്കുന്നത്? സബ് കോൺഷ്യസ് മൈൻഡാണ് ആൽഫ സ്റ്റേറ്റിലിരിക്കുന്നത്. ഓക്കെ, അടുത്തത് അതിനേക്കാട്ടിലും താന്ന്, അതായത് കൂടുതൽ കാം സ്റ്റേറ്റ്. കാം എന്ന് വെച്ചാൽ സമാധാനം, കൂടുതൽ സമാധാനം. അപ്പം
സൈക്കിൾ പെർ സെക്കൻഡ് കുറയും. അതെത്ര? 4 തൊട്ട് 6 വരെ. എന്നുവെച്ചാൽ 7 തൊട്ട് 13 വരെ ആൽഫ ആയിപ്പോയല്ലോ. അപ്പോൾ അതിൻ്റെയും താഴെ 4 തൊട്ട് 6 വരെ ഉള്ള സൈക്കിൾസ് പെർ സെക്കൻഡാണ് തീറ്റ സ്റ്റേറ്റ്. സോ നമ്മുടെ സബ് കോൺഷ്യസ് ലെവൽ ഒന്നേ ആൽഫ സ്റ്റേറ്റിലിരിക്കും, അല്ലെങ്കിൽ തീറ്റ സ്റ്റേറ്റിലിരിക്കും. അതിന് പിന്നെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, ഡെൽറ്റ സ്റ്റേറ്റ്. ഈ ഡെൽറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നതൊക്കെ വളരെ അപൂർവമായിട്ട് വലിയ വലിയ മഹാന്കൾക്കേ അവിടെ പോയിട്ട് തിരിച്ചു വരാനൊക്കത്തുള്ളൂ. അത് വന്ന് 0 to 3. ഈ 0 എന്ന് പറയുമ്പം ഒന്നുമേ ഇല്ലാത്ത ഒരവസ്ഥ. അത് തൊട്ട് 3, അതാണ് ഈ 4ാമത്തെ സ്റ്റേറ്റ്. ഓക്കെ, സോ ബീറ്റ, ആൽഫ, തീറ്റ, പിന്നെ ഉള്ളത് ഡെൽറ്റ. അതാണ് 0 to 3. അപ്പം ഇങ്ങനെ ഈ നമ്മുടെ മനസ്സിൻ്റെ ആക്ടിവിറ്റിയെ കുറച്ച് കൊണ്ടുവരാൻ ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾക്ക് മനസ്സിനെക്കുറിച്ച് എല്ലാം അറിയാം. ഇപ്പം അതിനെ അടക്കയാ ഇങ്ങനെ, ആരാ യജമാനനാവേണ്ടിയേ, അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതിനെ അടക്കാനൊക്കത്തേയില്ല. വിശ്വാമിത്രനെ ഓർത്താൽ മതി. അപ്പം നമ്മൾ അതിനെ നയതന്ത്രപരമായിട്ട് എങ്ങനെ കൊണ്ടുവരാം, ഹാൻഡിൽ ചെയ്യാം, കൈകാര്യം ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ധ്യാനത്തിലിരുന്നാൽ എളുപ്പം നമുക്ക് ധ്യാനം പിടികൂടും. ഇപ്പം അടുത്തത് ഒരു 3 വീഡിയോയിലെങ്കിലും 3ഓ 5ഓ വീഡിയോസിൽ ഞാൻ ധ്യാനത്തിനെ കുറിച്ചായിരിക്കും പറയുന്നത്. അപ്പം ഓൾറെഡി നിങ്ങൾ കമൻസിൽ പറഞ്ഞിട്ടുണ്ട് ചിലർ ഞാൻ ഞാൻ ആനാപാനസതി ചെയ്യുന്നുണ്ടെന്ന്. അതൊക്കെ വളരെ സന്തോഷം. കണ്ടിന്യൂ ചെയ്യണം. അല്ലാത്തവർ നമ്മൾ ഇത്രയൊക്കെ പഠിച്ച സ്ഥിതിക്ക് ഇനിയും കുറച്ച് ധ്യാനത്തിനെക്കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് പഠിച്ച് അത് നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ധ്യാനം പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമ്മൾ ആ ഉയർന്ന നിലയ്ക്ക് മാറ്റാനൊക്കത്തുള്ളൂ. ഇപ്പം ഈ ഒരുപാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. എന്തുവാണോ, നോ മൈൻഡ് സ്റ്റേറ്റ് എന്നാണ് അതിൻ്റെ പേര്. ഇപ്പം നോ മൈൻഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? മൈൻഡ് ഇല്ലാതെ പോകുമോ? തെറ്റ്. മൈൻഡ് ഇല്ലാതെ പോകുകയില്ല. എൻ്റെ മനസ്സ്, ഞാൻ മരിച്ചാൽ പോലും എൻ്റെ മനസ്സ് മേളിൽ പോകും. അതാണ് ആവി. അന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് എൻ്റെ മനോമയ കോശവും പ്രാണമയ കോശവും ഒന്നിച്ച് ചേർന്നാണ് ഡെങ്ങി അത് മേളിൽ പോകുന്നത്. ദേഹം ഇവിടെ കിടക്കും, അത്രയേ ഉള്ളൂ. സോ മരണം ദേഹത്തിനാണ്. അപ്പം ഞാൻ മരിച്ചാലും എൻ്റെ മനസ്സ് മരിക്കുന്നില്ല. എന്താ വെച്ചാൽ അതിനകത്ത് അത്രയും ഇട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റോർ ഹൗസാണ്, കലവറയാണ്. അത് മരിക്കത്തില്ല, അത് മേളിപ്പോവും. അപ്പം ആ മനസ്സിനെ നമുക്ക് എങ്ങനെ ശാന്തപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പം നോ മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയരുത് എന്ന് ഞാൻ ഒരുപാട് പേരെടുത്ത് പറയും. പക്ഷേ വലിയ വലിയ ആൾക്കാർ കൂടെ നോ മൈൻഡ് സ്റ്റേറ്റ് എന്ന് ബുക്ക് വരെ എഴുതിയിട്ടുണ്ട്. പക്ഷേ പിന്നാണ് എനിക്ക് മനസ്സിലായേ, മൈൻഡ് ഇല്ലെങ്കിൽ ഒന്നുമേ ഇല്ല. അങ്ങനെയുള്ളപ്പം എന്തിനാണ് ഇവർ നോ മൈൻഡ് സ്റ്റേറ്റ് എന്ന് എഴുതുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയേ, ഈ നോ മൈൻഡ് എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്നത് നോ തോട്ട് സ്റ്റേറ്റ്. അപ്പം ഞാനിപ്പം പറഞ്ഞു കൊടുക്കുന്നവർക്കെല്ലാം സ്ട്രെയിറ്റ് അവേ ഞാൻ പറയുന്നത്, വെറുതെ ഈ നോ മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയരുത്. നമ്മളെല്ലാം ഇപ്പം ജീവിച്ചിരിക്കുക, മരിച്ചാൽ പോലും മരിക്കാത്തതാണ് മനസ്സ്, മൈൻഡ്. പിന്നെ എന്തിനാ നോ മൈൻഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്? ഞാൻ പറയുന്നത് ലോജിക്കല്ലയോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സോ നമ്മൾ നോ മൈൻഡ് സ്റ്റേറ്റ് എന്നേ പറയാൻ പാടില്ല. അതിന് പകരം എന്ത് പറയണം? നോ തോട്ട് സ്റ്റേറ്റ്. അതെന്തോ ഈ നോ തോട്ട് സ്റ്റേറ്റ്? അതാണ് ഈ 0 to 3 എന്ന് പറയുന്നത് നോ തോട്ട് സ്റ്റേറ്റാണ്. ഇപ്പം ആൽഫ ലെവലിലെ ഈ 7 to 13 കൂടെ കുറച്ച് തോട്ട്സ് ഇരിക്കും. പക്ഷേ ഈ താണ്ഡവമാടുന്ന ബീറ്റ സ്റ്റേറ്റ് പോലല്ല, കുറച്ചൊക്കെ അടങ്ങി വരുന്നു. അപ്പം ഈ നോ തോട്ട് സ്റ്റേറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഒരു ആറ്റം ബോംബ് ഇടാൻ പോവാന്ന്,
ഈ നോ തോട്ട് സ്റ്റേറ്റ് റെഡി ആയിക്കോ. ഓക്കെ, റെഡി ആകുക, ഗെറ്റ് റെഡി. ഈ നോ തോട്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു വിചാരവും വരത്തില്ല, ഒരു വിചാരവും വരത്തില്ല, വിചാരമേ ഇല്ല. അത് എങ്ങനാന്ന് എൻ്റെ അടുത്ത് കേൾക്കരുത്, അത് അനുഭവിച്ച് മാത്രമേ അറിയാനൊക്കത്തുള്ളൂ. ഞാനും നോ തോട്ട് സ്റ്റേറ്റിലൊന്നും പോയിട്ടില്ല, നിങ്ങളും പോയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള സംഗതിയല്ല, ഇത് സ്വയം അനുഭവിച്ച് അറിയേണ്ട സംഗതിയാണ്. നമ്മളിനി മെഡിറ്റേഷനെ തുടങ്ങിയിട്ടില്ല, പിന്നല്ലേ നോ തോട്ട് സ്റ്റേറ്റ്. അതിനി എത്ര വർഷം എടുക്കുമോ എത്ര ജന്മം എടുക്കുമോ ദൈവത്തിന് തന്നെ അറിയാം. പക്ഷേ നമ്മൾ വിടുവോ? വിടത്തില്ല. നമ്മൾ തുടങ്ങിയത് തീർത്തിട്ടേ വിടത്തുള്ളൂ, അല്ലയോ? ഓക്കെ, ആ ഒരു ദൃഢമായ ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതേ മതി. അപ്പം ഈ നോ തോട്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റാണോ? ഇപ്പോൾ പറയൂ. അതാണ് മുക്തി, അതാണ് മുക്തി. അപ്പം നമ്മൾ മനസ്സിനെ കാമാക്കി സമാധാനമാക്കി 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 അതിനെ കാമാക്കി 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 സമാധാനത്തോടു കൂടി കൊണ്ടുവന്ന് ഒരു സ്റ്റേറ്റിൽ നമ്മളുടെ മനസ്സിൽ ഒരു ചിന്തയും വരാതിരിക്കും. ആ ഒരു ചിന്തയും വരാതിരിക്കുന്ന സ്റ്റേറ്റാണ് മുക്തി സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയും നാൾ നമ്മൾ മുക്തിയെ തേടി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നമുക്ക് മുക്തി സ്റ്റേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. മുക്തി സ്റ്റേറ്റിന് മെയിനായ ഒരു വഴി എന്തുവാ? മെഡിറ്റേഷൻ, ധ്യാനം. ധ്യാനം മാത്രം ദിവസവും ചെയ്താൽ മതി. നമ്മളുടെ മനസ്സിൻ്റെ ലെവൽ മാറിക്കൊണ്ടിരിക്കും, കാമായിക്കൊണ്ടിരിക്കും, സമാധാനമായിട്ട് മാറും. ഈ ബീറ്റ സ്റ്റേറ്റിൻ്റെ ലെവലൊക്കെ നമുക്ക് മാറും. ബീറ്റ സ്റ്റേറ്റിൽ നിന്ന് ആൽഫ സ്റ്റേറ്റിൽ പോയാലേ വലിയ കാര്യം. അപ്പം അതാണ് മുക്തി. നോ തോട്ട് സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു മുക്തി. അപ്പം നമുക്ക് മുക്തിയെ തേടിയ ഈ ചാനലിൽ നമ്മൾ ഒന്നിച്ച് നടന്നു പോകുമ്പോഴേ നമുക്ക് മുക്തി നേടണ്ടേ? അപ്പം എങ്ങനെയാണ് ഈ നോ തോട്ട് സ്റ്റേറ്റ് കിട്ടേണ്ടത്? മെയിനായിട്ടും മെഡിറ്റേഷൻ. ഇതാണ് ആറ്റം ബോംബ് എന്ന് ഞാൻ പറഞ്ഞത്. മെഡിറ്റേഷൻ എന്ന് വെച്ചാൽ ഇതാണോ? അല്ല, മുക്തി എന്ന് വെച്ചാൽ ഇതാണോ? മുക്തി എന്ന് വെച്ചാൽ ഇതും ഒരു സ്റ്റേറ്റ്. ഇത് മാത്രമല്ല, എത്രയോ സ്റ്റേറ്റുകളുണ്ട്. ഓരോരുത്തർക്കും മുക്തി കിട്ടുന്നത് ഓരോ രീതിയിലാണ്. അപ്പം ഇത് എല്ലാ മനുഷ്യർക്കും, മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവർക്കും അവകാശപ്പെട്ട ഒന്നാണ് ഈ മുക്തി സ്റ്റേറ്റിന് എത്തുന്നത്. അപ്പം ഈ ജന്മത്ത് തന്നെ ഇരുന്ന് നമ്മൾ പ്രയത്നിച്ചാൽ നമുക്കും കിട്ടും. മനസ്സിലായോ? സോ ഇതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അതായത് ഒരേ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഇതിനെ തീർക്കാം. അതായത് തിരുമൂലർന്ന് ഒരു വലിയ സിദ്ധറുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. അങ്ങേര് 3000 വർഷം ജീവിച്ചിരുന്ന് 3000 പാട്ട് 4 ലൈൻ ഉള്ളത് എഴുതിയിട്ടുണ്ട്. 3000 പാട്ട്. അതിൻ്റെ ആ ബുക്കേ എൻ്റെ കയ്യിലുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് തിരുമൂലരുടെ തിരുമന്ദിരം അതിൽ പറയുന്നത്, മനമത് ചെമ്മയാനാൽ മന്ദിരം ജപിക്ക വേണ്ടാം. അതുപോലെ വേറെയും 3 പറയുന്നുണ്ട്. ഈ ഒരു ലൈൻ മതി നമുക്കിപ്പം. മനമത് ചെമ്മയാനാൽ മന്ദിരം ജപിക്ക വേണ്ടാം. മനസ്സ് നന്നായാൽ വേറെ ഒന്നും ചെയ്യണ്ട. മനസ്സ് നന്നായാൽ നമ്മുടെ ചിന്ത നന്നാകും, നമ്മുടെ വാക്ക് നന്നാകും, നമ്മളുടെ ചെയ്ത്ത് നന്നാകും. പിന്നെ നമ്മളാണ് ജ്ഞാനികൾ. ഓക്കെ, ചിന്തിക്കൂ, നല്ലപോലെ ഇരുന്ന് ചിന്തിക്കൂ.
നന്ദി, നമസ്കാരം.